ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഗെയിൻ. ഇന്ന് കുറച്ച് പ്ലാനിംഗ് ഒക്കെ ആയിട്ട് ഷോപ്പിങ്ങിന് പോയൊരു ദിവസമായിരുന്നേ. ഫസ്റ്റിൽ തന്നെ പോയത് ജ്വല്ലറിയിലേക്കായിരുന്നു. എൻ്റെ കസിനും കുഞ്ഞും നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുമോള് പോകുന്നതിന് മുന്നേ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു മനസ്സിൽ. ഗോൾഡ് എടുക്കാൻ വേണ്ടി നമ്മൾ പോയത് കണ്ണൂരുള്ള ചെമ്മണ്ണൂർ ജ്വല്ലറിയിലാണ്. ഗോൾഡിൻ്റെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മൾ വേഗം ഓടിയെത്തുന്നത് ഈ ചെമ്മണ്ണൂർ ജ്വല്ലറിയിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സെയിൽസ്മാൻ ചേട്ടന്മാർക്കൊക്കെ നമ്മൾ നല്ല കമ്പനിയാണ്. ഡ്രസ്സ് എടുക്കാനായാലും ഗോൾഡ് എടുക്കാനായാലും കടേൻ്റെ അകത്ത് കയറി വാതിലടച്ച് കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്നത് ഒട്ടും അറിയില്ല. അങ്ങനെ കുറേ നേരത്തെ സെലക്ഷൻ പ്രോസസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സാധനം എടുക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്ഥിരം തട്ടകമായിട്ടുള്ള മാർക്കറ്റിലേക്ക് ഒന്ന് കടന്നു. നമ്മളെത്തിയ സമയം ഉച്ച ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. സ്ഥിരം കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിലെ അച്ചാച്ചൻ അമ്മേനോട് എന്തൊക്കെയോ കത്തിയടിക്കുന്നുണ്ടേനും. എത്ര തിരക്കായാലും പച്ചക്കറിയെല്ലാം എണ്ണിപ്പെറുക്കി എടുത്താലേ നമുക്കൊരു തൃപ്തിയാവുള്ളൂ. പതിവിലും വ്യത്യസ്തമായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് മാർക്കറ്റിൽ കുറച്ച് അതിഥികളുണ്ട്. വീഡിയോ എടുക്കുന്ന രണ്ടേരം അവരെ മുഖത്ത് ചെറിയൊരു ചിരിയെല്ലാം വരുന്നുണ്ടേനും എൻ്റെ നേരെ കൈയൊക്കെ വീശി. അതുകൊണ്ട് എനിക്കും നല്ല എൻകറേജ്മെന്റ് ആയി. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ ചെന്ന് കയറിയത് കാനന്നൂർ മെറ്റൽസിലായിരുന്നേ. കുറച്ച് കൂടുതൽ സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് എടുക്കാനുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി സാധനം, അതുപോലെ തന്നെ ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ കണ്ണൂരുകാരാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. നല്ല സർവീസാണ്, അതുപോലെ തന്നെ സാധനങ്ങളും അടിപൊളിയാണ്. അവിടെ ലഞ്ച് ബോക്സിൻ്റെ ഒരു വലിയ കലവറ തന്നെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ വീണ്ടും സ്കൂളിലൊക്കെ ഒന്ന് പോയേ കൊള്ളാമെന്ന് തോന്നിപ്പോവും. ചോറ്റുപാത്രം മാത്രമല്ല കേട്ടോ, ഒരു വീട്ടിലേക്ക് വേണ്ട സർവ്വപാത്രങ്ങളും വിളക്കുകളും അതും ഹോൾസെയിൽ റേറ്റിനാണ് നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ കടക്കാരനോട് സൊറയൊക്കെ പറഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങി ഒരു ഓട്ടോവും പിടിച്ച് നേരെ പോയത് ബസ് സ്റ്റാൻഡിലേക്കാണ്. കണ്ണൂർക്കാർക്ക് അറിയാൻ പറ്റും, കണ്ണൂരുള്ള മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നടന്നു വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ഏത് വഴിയാണ് പുറത്തിറങ്ങേണ്ടതെന്ന് അറിയാൻ പറ്റില്ല. അത്രയും തന്നെ ചെറിയ ചെറിയ റോഡുകൾ അതിൻ്റെ ഉള്ളിലുണ്ട്. റോഡിൻ്റെ രണ്ട് സൈഡിൽ ഫുള്ള് കടകളും. സ്റ്റാൻഡിലെത്തിയാൽ ഇപ്പോൾ ഒരു ചായ പതിവായി. ചൂട് കടികൾ നമ്മളെ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ തിളച്ച് മറിയുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. നോർത്ത് ഇന്ത്യയിലെ ചില സ്ഥലത്തൊക്കെ ചൂടെണ്ണയെന്ന് കൈകൊണ്ട് ഇങ്ങനെ എടുത്തു തരുന്ന വീഡിയോസ് എന്നെ പോലെ തന്നെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. എങ്ങനെയായിരിക്കും അല്ലേ അങ്ങനെയൊക്കെ എടുക്കാൻ കഴിയുന്നത്? അതും ഒരു കഴിവായിരിക്കും. അങ്ങനെ പരിപ്പിന്റെ അലങ്കാരവും വൃത്തൊക്കെ കണക്കാക്കി എല്ലാം മറന്ന് വടയുണ്ടാക്കുന്ന ചേട്ടനെ കണ്ടപ്പോൾ എൻ്റെ സഹാനുഭൂതി ഉച്ചിയിലെത്തിയ പോലെയായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല കേട്ടാ, 4 അടി ദൂരത്താണ് ഞാനീ നിന്ന് വീഡിയോ എടുക്കുന്നത്. അവിടം വരെ ആ എണ്ണയുടെ ചൂട് നല്ലോണം ഉണ്ടേനു. അപ്പോൾ അത് അടുത്ത് നിന്ന് എത്ര നേരം ആയിക്കാണും ആ ചേട്ടൻ അനുഭവിക്കുന്നത്. അങ്ങനെ നമ്മളും ഓർഡർ ചെയ്തു ഒരു ബോണ്ടയും കട്ടനും ഒക്കെ. ആവി പറക്കുന്ന പരിപ്പ് വട കൂടെ കണ്ടപ്പോൾ അതിനെയും വെറുതെ വിട്ടില്ല, ഓരോന്ന് അതും എടുത്തു. ഉച്ചസമയം ആയതുകൊണ്ടാണോ എന്നറിയില്ല, പരിപ്പ് വടക്കും ബോണ്ടക്കൊക്കെ അപാര രുചിയായിരുന്നു. വീട്ടിൽ നിന്ന് അമ്മ വൈകുന്നേരം ആയ ചായ ഇടട്ടെ ചോദിച്ചാൽ വേണ്ടാന്ന് പറയുന്നത് ഞാനിപ്പം പുറത്തു പോയാൽ ചായ ഇല്ലാത്ത അവസ്ഥയായി. അങ്ങനെ ചില്ലുപാത്രത്തിൽ നിറയ്ക്കാനുള്ള പരിപ്പ് വടയായിരുന്നു അവിടെ തുടർന്നുകൊണ്ടേ നിന്നു. നമ്മളെ യാത്രയും തുടർന്നു. ബസ്സിൽ കയറിയിട്ട് നോക്കുമ്പോൾ അതാ അമ്പലത്തിലും കൂടി കാണൂല ഇത്രയും ഫോട്ടോസ്. മാലയും പൂവും അഭിഷേകം തന്നെ ആക്കിയിട്ടുണ്ടായി. ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോൾ അവിടെയും കണ്ടു സായിപ്പന്മാരെ. കുമ്പിടി. അങ്ങനെ വീട്ടിലെത്തി കുഞ്ഞാവക്കുള്ള ഗിഫ്റ്റൊക്കെ കൊണ്ടു കൊടുത്തു. സന്തോഷമായി. പിന്നെ കുറച്ചു നേരം എല്ലാവരും കൂടി ഇരുന്ന് സോറയൊക്കെ പറഞ്ഞ് അങ്ങനെ രാത്രി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷം. വീണ്ടും കാണാം. ബൈ.